Good morning, my dear students. The last section we have discussed about what is lattice energy and how to find the lattice energy by using Born-Haber process or Born-Haber cycle. Okay. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് യാതൊരു മെത്തേഡും ഇല്ല അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളി ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പം നമ്മൾ ഇതിനകത്തറിയാം ഇതിനകത്ത് എന്തൊക്കെ എനർജിയാണോ ആ എനർജിയുടെ എല്ലാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കുന്നത് തെർമോഡൈനാമിക്സ് ലോയുടെ ബേസിസിൽ നമ്മൾ എടുത്തുകൊണ്ടാണ് പ്രോബ്ലം ഈ ഒരു സെക്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. In our textbook, what is based on our syllabus, what is the Born-Haber process? നമ്മളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, lattice energy is the amount of work which must be done to that is an amount of work which must be done to disperse a crystal into an assemblage of widely separated ions. Okay, it is a എന്തുമാത്രം work or energy which must be done to disperse a crystal into an assemblage of widely separated ions. As such, it cannot be immediately compared with any readily measurable quantity and in a particular is not to be identified, either of heat of sublimation, which is the energy necessary to disperse the crystal into a molecular gas, or with the chemical heat of formation, which is the energy released when the crystal is formed from a metal atom and a diatomic halogen molecule. ഇത് രണ്ടുമാണ് ആദ്യം നമ്മൾ കാണുന്നത്. ലാറ്റിസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു എന്താണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്ന അയോണിക് കോമ്പൗണ്ട് അയോണിക് ആയിട്ടുള്ള ഇതിനകത്ത് നിന്ന് അയോണിക് ആറ്റത്തിൽ നിന്ന് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള ഫോമിൽ നിന്ന് എന്താണ് ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ലാറ്റിസ് എനർജി എന്ന് പറയുന്നു. പ്യുവർ ആൻഡ് സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഹീറ്റ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇൻ സം കേസസ് ലാറ്റിസ് എനർജി ഹാവ് ബീൻ measured directly. However, in majority cases as an indirect estimate can be made in terms of a cyclic process known as Born-Haber cycle. Okay, നമുക്ക് ചില കേസുകളിൽ ഈ ലാറ്റിസ് എനർജി ഇപ്പോൾ കൊഹസീവ് എനർജി ആയിരിക്കും മിക്കവാറും എൻ്റെ കേസ് വരുന്ന ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ബട്ട് വി cannot determine directly by in terms of അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അതിനൊരു മെത്തേഡ് ഇല്ലെന്നാണ് ബോൺ-ഹേബർ. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ബോൺ-ഹേബർ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആ സൈക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്? ആദ്യം സോളിഡ് ഫോമിലിരിക്കുന്ന സോഡിയത്തെ എന്താണ് സോഡിയം ഗ്യാസ് ആയിട്ട് മാറ്റുവാണ്. സോളിഡ് ബിക്കം ഗ്യാസ്. Okay, after that Na plus by ഏതാണ് അയണൈസേഷൻ എനർജി, യൂസിങ് an energy അയണൈസേഷൻ എനർജി. ദെൻ Cl2 മോളിക്യൂളിനെ എന്താക്കി മാറ്റി? Cl ആറ്റമായിട്ട് മാറ്റി Cl മൈനസ് ആയിട്ട് മാറുവാണ്. ഓക്കെ, പിന്നെ എന്താണ് Cl2വിനെ Cl ആക്കാൻ വേണ്ടി ഡിസോസിയേഷൻ എനർജി by 2 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ നമുക്ക് Na+Cl- അടുത്ത എനർജി NaCl ആക്കാൻ വേണ്ടി അവിടെ ഒരു ലാറ്റിസ് എനർജി U0 സ്റ്റേബിൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന് കൊഹസീവ് എനർജി എന്ന് പറയുന്നത് അത് മൈനസാണ്, എനർജി റിലീസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എന്തായി മാറുന്നു? -U. പിന്നെ NaCl എന്ന് പറയുന്നത് NaCl അതിന് ഇത് ചെയ്യുന്നതാണ് ΔH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. സോളിഡിനെ സബ്ലിമേഷൻ വഴി ഗ്യാസ് ആക്കുന്നു. ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന സോഡിയത്തിന് എന്തായിരിക്കുന്നു അയണൈസേഷൻ വഴി Na+ ആക്കുന്നു. Cl2നെ Cl വഴി D/2 ആക്കുന്നു. ക്ലോറിന്
Cl minus ആക്കാം ഇലക്ട്രോൺ അഫിനിറ്റി. Then Na plus and Cl minus gives NaCl by using an energy minus U0. This is the Haber process in the case of sodium chloride only. Okay. Then the formation of NaCl molecule from its constituent atom can be regarded as a result of many step process, where in each step energy is either absorbed or released. In the following, the energy absorption are taken as positive and the energy release as taken as negative. Okay, in this case നമുക്കറിയാം രണ്ട് റിലീസ് ചെയ്യുന്ന രണ്ട് എനർജി ഉണ്ട്, ഒന്ന് ഇലക്ട്രോൺ അഫിനിറ്റിയും പിന്നെ ലാറ്റിസ് എനർജിയും. ദ ഫോളോവിങ് മേ ബി സമ്മറൈസ്ഡ് as follows. In the first stage, first one എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ്, the solid sodium and chlorine molecule are dissociated into constituent atom. The solid sodium is vaporized by supplying an energy equal to its sublimation energy, while chlorine molecule is dissociated by supplying an energy equal to dissociation energy D. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം എന്നെ സോളിഡിനെ എന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിനകത്ത് സബ്ലിമേഷൻ എനർജി ഉണ്ട്. പിന്നെ എന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലെ പ്ലസ് ആക്കണം. അപ്പോൾ അവിടെ ഒരു അത് അടുത്ത സ്റ്റെപ്പിലാണ്. Clൻ്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ Cl2നെ Cl ആക്കുന്നു. വേർ D/2 ഈസ് ദ എനർജി പെർ ക്ലോറിൻ ആറ്റം. അപ്പോൾ ഒരു ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. സോ Cl2 ഉണ്ട്, ഹാഫ് Cl2 ഉണ്ട്. സോ D/2 ഈസ് ദ എനർജി പെർ ക്ലോറിൻ ആറ്റം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോഡിയത്തിന് ഫസ്റ്റ് സ്റ്റേജാണ്. സോഡിയം സോളിഡിന് സോഡിയം ഗ്യാസ് ആക്കുന്നു, Cl2നെ Cl ആക്കുന്നു. ഇൻ സെക്കൻഡ് സ്റ്റേജ് the gaseous sodium and gaseous chlorine atom are ionized. This required an ionization energy to remove outermost electron from a sodium atom. അപ്പോൾ എന്തായിരിക്കും ഇതിനകത്തുനിന്ന് നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും അതിനകത്തുനിന്ന് സോഡിയത്തെ റിമൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എനർജി ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. സോ ദിസ് ഈസ് എ പോസിറ്റീവ്, ദാറ്റ് എനർജി ഈസ് ദ അയണൈസേഷൻ എനർജി. Where in the case of chlorine, energy is added to a chlorine atom. Then that energy is equivalent to its electron affinity is released. The electron affinity എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. That is where this energy is added to a chlorine atom and energy equivalent to its electron affinity is released. അപ്പോൾ എല്ലാം ഇപ്പോൾ എന്തായിട്ട് നിൽക്കുവാണ്, സോഡിയം ബിക്കം Na പ്ലസ് ആൻഡ് Cl2 ബിക്കം Cl മൈനസ് ആയിട്ട് നിൽക്കുവാണ്. ഇൻ ദിസ് സ്റ്റേജ് the two ions Na plus and Cl minus are allowed to arrange in the lattice. In the process, the lattice energy U0 is released. Na plus and Cl minus are allowed to arrange in the lattice. അപ്പോൾ എന്തായിരിക്കും Na plus and Cl minus gives NaCl solid സ്റ്റേറ്റിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുന്നു. In this process we can arrange the energy as U0. This is released, so it become negative U0. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് സ്റ്റേജ്. We came back to the starting point by breaking the lattice into solid sodium and chlorine molecule by supplying an energy ΔH. ഇതിനെ നമുക്ക് എന്താക്കണം, നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എത്താൻ വേണ്ടി എന്നെയും Cl-ഉമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാണ്. NaCl സോഡിയവുമായിട്ടും സോളിഡ് സോഡിയവുമായിട്ടും ഗേഷ്യസ് ക്ലോറിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് എനർജി ഓഫ് ഡിസോസിയേഷൻ ഓർ that is a heat formation, that is a enthalpy. The cycle is perfectly reversible. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സാണ്. നിന്ന് സോളിഡിൽ നിന്ന് ഇതിലേക്ക് എത്തുവാണ്. NaCl സ്പ്ലിറ്റ് ചെയ്തു, സോളിഡും എന്തായി മാറുന്നു, എന്നെയും സോളിഡും Cl ഗേഷ്യസുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്.
Since according to the law of thermodynamics, the total internal energy change during a cyclic operation must be zero. According to the law of thermodynamics, the total internal energy change during a cyclic operation must be zero. Therefore, from the above step we have അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ഇതിനകത്ത് ഏതൊക്കെ എനർജി ആയിരിക്കും, ദാറ്റ് ഈസ് തെർമോഡൈനാമിക്സിൻ്റെ ലോയുടെ ബേസിസിൽ വി ക്യാൻ സേ ദാറ്റ് the total internal energy change during a cyclic operations must be zero. That is sublimation plus dissociation by 2 plus ionization minus electron affinity minus U0 plus delta H equal to 0. Therefore, U0 equal to S plus D by 2 plus I minus E plus delta H. ഇതാണ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ദെൻ ഇൻ ദ അബവ് ഇക്വേഷൻ ഓൾ ക്വാണ്ടിറ്റീസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ആർ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിനബിൾ. നമുക്കറിയാം എസ് കണ്ടുപിടിക്കാൻ പറ്റും, D/2 എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻ ചെയ്യാം, അയണൈസേഷൻ എനർജി ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ഇ എന്ന് പറയുന്നത് അതിൻ്റെ എനർജി ഡിറ്റർമൈൻ ചെയ്യാൻ, ഡെൽറ്റ എച്ചും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, എല്ലാം ഇലക്ട്രോൺ അഫിനിറ്റിയും എല്ലാം നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഹെൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ലാറ്റിസ് എനർജി U0 ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. ഈ മെത്തേഡാണ് എങ്ങനെയാണ് ബോൺ ഹേബർ പ്രോസസ്സ് അല്ലെങ്കിൽ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ കേസിലാണ്, NaClൻ്റെ കേസിൽ മാത്രമേ നമുക്ക് ഇത്രയും ടൈപ്പ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഡിസോസിയേഷൻ ബൈ 2 സബ്ലിമേഷനോ എല്ലാം നമുക്ക് വേണമെന്നില്ല. അതിന് യൂസ്ഫുള്ളായിട്ടുള്ള അതിന് എന്തൊക്കെയാണോ ഏതൊക്കെ എനർജിയാണോ അതിന് ഈ ഒരു പ്രോസസ്സിൽ എത്തിക്കാൻ പറ്റുന്നത്, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യിക്കാൻ പറ്റുന്നത്, അതായിരിക്കും ആ ഒരു കേസിലെ ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്. ഓരോ കോമ്പൗണ്ടിൻ്റെ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും അതിനകത്തെ ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെ കേസിലും ഡിഫറെൻ്റ് ആണ്. ഏതൊക്കെ എനർജിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് ടു മേക്കിങ് എ കോമ്പൗണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ദ ബോൺ എന്താണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോൺ ഹേബർ സൈക്കിള്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത്, അതിനകത്ത് ഏതെന്ന് പറയുന്നത് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഒന്ന് നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം പോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.